ഇപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂരിലാണ്. കലോത്സവ നഗരിയാണ്. 64ാം കേരള സ്കൂൾ കലോത്സവത്തിന് നാന്ദി കുറിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ ഇടങ്ങളും എല്ലാ വേദികളും വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. അതെ, നല്ല ചൂടുണ്ട് കേട്ടോ. സാധാരണയിൽ കവിഞ്ഞ ചൂടുണ്ട്. പക്ഷേ ഈ ചൂടൊന്നും ഇവിടുത്തുകാർക്കെന്ന് മാത്രമല്ല, മത്സരാർത്ഥികൾക്കോ കാണാനെത്തിയവർക്കോ ഒന്നും ഒരു കാര്യമേ അല്ല. ആ ചൂടൊന്നും വകവയ്ക്കാതെ എല്ലാവരും എത്തിയിരിക്കുന്നു. ഇന്ന് നടന്ന മത്സരങ്ങൾ തുടക്കം മുതലുള്ളത് മിമിക്രി, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ? വളരെ ഒരുപാട് വെറൈറ്റി ഇത്തവണ ഉണ്ട്. ജനപ്രിയ ഇനങ്ങൾ ഒന്നാണ് മിമിക്രി. അത് ആദ്യം തന്നെ വന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ ഇനമായി 3ാം വേദിയിൽ ഉണ്ടായത് മിമിക്രി ആയിരുന്നു. അപ്പോ നമുക്കൊപ്പം 2 മിമിക്രി താരങ്ങൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സുഖാണോ? സുഖം, വളരെ സുഖമാണ്. എന്താ എല്ലാ മോന്യോ, ഞാൻ ശ്രീകണ്ഠൻ നായരാണ്. അത് പൊളിച്ചു. നമുക്ക് അതിനോട്ട് അടി തന്നല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാ മാന്യ പ്രേക്ഷകർക്കും 24 ന്യൂസിലേക്ക് സ്വാഗതം. ഇവിടെ കുറച്ച് നടന്മാരുണ്ട്. നെസ്ലിൻ എന്തൊക്കെയുണ്ട് പറയൂ. എന്ത് പണ്ടാറാണ്, എല്ലാരും അടിപൊളി പെർഫോമൻസും. കലോത്സവത്തിനെ പറ്റി പറയാൻ ഞാൻ ആരുമല്ല, കാരണം ഞാൻ കലോത്സവത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല. എന്തായാലും ഒരു ഡയലോഗ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. 1 കിലോമീറ്റർ അപ്പുറത്ത് അടക്കണ പോൾ ചാടി പിടിക്കാൻ ഞാൻ ഡിങ്കന. എന്തായാലും വളരെ ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ ഷൈനികമായിട്ടുണ്ട്. ഷൈൻ എന്തൊക്കെയുണ്ട്? കലോത്സവത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയൂ. കലോത്സവത്തിനെ പറ്റി പറയണെങ്കിൽ പൊളി മൂടാണ്, വൈബാണ്. ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട്. അത് പരമാവധി പുറത്തെടുക്കാന്നുള്ളതാണ്. ഇനി യുവതലമുറത്തെ കുട്ടികൾ വളർന്നു വന്നം, അതാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും കുട്ടികളൊക്കെ മോട്ടിവേറ്റ് ആവട്ടെ. എന്തായാലും വേടാ വാടാ. വണക്കം മക്കളെ. കാട്ടുമരത്തിന്റെ മനം മുറിഞ്ഞേ, കാക്കി ഭൂതങ്ങൾ വലം നിറഞ്ഞേ, യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ, വനമകൾ ഒരു തീന്തിന്റെ മാറ് തുളഞ്ഞല്ലോ, മനവും തകർന്ന് പെരുങ്കാട് കരഞ്ഞല്ലോ, മലയിൽ ഒരു വിടുത്ത് അരുവിരണ നിറഞ്ഞു, അറുകം പോൽ കരിഞ്ഞല്ലോ. വണക്കം മക്കളെ. പക്ഷേ എസ്കേനും ജെൻസിയാണ്. എല്ലാ കാലത്തും ഉണ്ട്. അത് മാത്രമല്ല കേട്ടോ പ്രജനി, ഇവനെ കണ്ടപ്പോഴാ എന്റെ മഞ്ഞളിലെ എന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, അവരുടെ റിലേറ്റീവ്സാ. അതിൽ ഒരാളുടെ മകനായത്. അതിലൊരു വലിയ സന്തോഷം ഉണ്ട് കേട്ടോ. അവന്റെ പേരൊന്നുകൂടെ പറഞ്ഞേ. നെയ്ം എന്നാണ്, മുഹമ്മദ് നെയ്ം. അടിപൊളി. കൊടുങ്ങല്ലൂർ, പാലക്കാടാണ്. അപ്പൊ ഹയർ സെക്കൻഡറി കഴിഞ്ഞ തവണ നമ്മുടെ പവനിൽ എത്തിയിരുന്നു, ഓർക്കുന്നുണ്ട് ഞാൻ. എല്ലാ വർഷവും ഉണ്ട് അല്ലേ? എങ്ങനെയാണ് ഇത്തവണത്തെ മത്സരം എങ്ങനെയായിരുന്നു? നല്ല മത്സരമായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം, എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ഓക്കെ, അപ്പൊ നൈം, അപ്പൊ ഇനിയിപ്പോ +2 അല്ലേ? +1 ആണ്. അടിപൊളി. അടുത്ത ആളിലേക്ക് കൂടെ പോണം നമുക്ക്. പേര് പറഞ്ഞേ. ആൽവിന്റെ സ്കൂൾ ഏതാ? സെന്റ് ജോസഫ് മതിലകം. എന്നാ നമുക്ക് പെർഫോമൻസിലേക്ക് പോകുന്നു. ദളപതി വിജയ് பாஸ்ட் பட்டு அடி பேசுறேன்னா இதில் எத்தாவது நல்லது இருக்கணும். ஆனால் ஏனங்கண்ட மாதிரி எதுவும் இல்லை. கிரவுண்ட்ஸ் எல்லாம் வழங்குதா, ஆனால் ஆடியன்ஸ் எல்லாம் ஊரில் மட்டும் பார்க்க போகிற. கலைப்பட்டிருக்கியா? ஆட்ட நாயக விஜய் சேதுபதி. எல்லாருக்கும் வணக்கம். பேசுகிறேன், ரொம்ப சுத்தமாக இருக்கு. உங்களுக்கு பேர் சொன்ன ஸ்மிதா. ரொம்ப நல்லா இருக்கு, ரொம்ப நல்லா இருக்கு. நீங்களும் சார் ரொம்ப ஹேண்ட்ஸமாக இருக்கு சார், ரொம்ப சாங். அடுத்து கமலாசன். இந்த மாதிரி நேரத்துலலாம் வீரல் மலாடிகளை பேசலாம், வார்த்தையெல்லாம் தெரியுமா சார்? பார்த்துக்கலாம். நீ അമ്പാൻജിയാ? അല്ല പണ്ട് ചൂസെടുത്തപ്പാ ചുറ്റിലും കൊണ്ടാണ് അമ്മ ചാടിച്ചപ്പറച്ച് തോളത്തോടി ചവിട്ടി എപ്പോഴും തോളത്തോടി കുത്തി കൊന്ന്. ആസിഫലി. എന്റെ ബോസ് ജാഗ്രത അല്ലായിരുന്നു, ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. ഏത് പറയണ ബോസ് ജീവിതം കയ്യിൽ പോയി. ഓൾഡ് കൂടി ചെയ്യാം. പിള്ളേർന്ന് കളിയാടുന്നല്ല ആട്ടെ, എന്താ കളിച്ചത്? കുടിത്തോട്ടാ സദ്യതക്കാല. സമാധാനായി. ജെൻസി മാറിയിട്ടെ കൂടെ ഉണ്ടല്ലോ. ഈ മോനെ നിഷാൻ മുഹമ്മദ്, മിമിക്രി അല്ല, ഹയർ സെക്കൻഡറി. ഓ, ആദ്യമായിട്ട് താക്കിലടിക്കുന്നതിന് ശബ്ദം. അടിപൊളി. കൊച്ചുകുട്ടി കരയുന്ന
ആ ശബ്ദം ആ ഒന്ന് പിടിച്ച് ഞാൻ പഠിക്കാം. ഇനി കുറച്ച് ബീറ്റ് ബോക്സ് ചെയ്യാം. ആ യെസ്, അപ്പൊ അടിപൊളി. അടിപൊളി. അപ്പൊ ഇതാണ് കരയണ കൊച്ചിയുടെ ഒരു കൊച്ചിയുടെ കരയണ കേട്ടല്ലോ. എവിടുന്നായിരുന്നു അത് കൊള്ളാട്ടോ, ശബ്ദം അടിപൊളി കേട്ടാ. അപ്പൊ ഇത് തന്നെയാണ് മിമിക്രി വേദിയുടെ ഇത്തവണത്തെ പ്രത്യേകത. കാരണം എനിക്ക് പറയുന്ന ഒരു തലമുറ മാറ്റമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മിമിക്രി വേദികളിൽ. ഇന്ന് ജെൻസി പിള്ളേരാണ് അതെ. കൂടുതലും വന്നത്. അതുകൊണ്ട് തന്നെ ഒരു തലമുറ മാറ്റം. പഴയ നമ്മുടെ കൊച്ചി ഹനീഫയും ജനാർദ്ദനും ഒക്കെ വിട്ട് പിടിച്ച് ഇപ്പോൾ വേടനും ഈ പറയുന്ന പോലെ ആസിഫ് അലിയും എന്ന് പറയുന്ന പുതിയ ജനറേഷനിലെ ആൾക്കാരെയാണ് കൂടുതലായിട്ടും അനുകരിച്ച് കണ്ടത് എന്നതൊരു ഇത്തവണത്തെ മാറ്റമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.